ഈ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞതിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം. ഞാനൊരു പ്യൂർലി ഒരു ഗുരുവായൂരപ്പ ഭക്തനും മൂകാംബി 1995 തുടങ്ങിയിട്ട് ഗുരുവായൂരത്തെ കളവും മൂകാംബിയുടെ കുങ്കുമം എൻ്റെ നെറ്റിമുണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ദൈവവിശ്വാസിയായിട്ട് നടന്നത് ഞാൻ എൻ്റെ അടുത്ത് മെഡിറ്റേഷനിലേക്ക് വരാനായിട്ട് ഒരിക്കൽ അമ്മയും ആരുവരുള്ള മധുസൻ സാറും കൂടി വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു സിറ്റിംഗ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഡിബേറ്റ് ആയിരുന്നു ഞാനും മധുസൻ സാറും തമ്മിൽ. എന്തിനാ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യണം, ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇതും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള ഭയങ്കര ഡിബേറ്റ് ആയിരുന്നു. ലാസ്റ്റ് മാഷ് എനിക്കൊന്നും പറയാനില്ല അവസ്ഥയിൽ ഞാൻ എത്തിച്ചു നിർത്തും. അത് ഒരു പക്ഷേ ഒരു വക്കീലായതിൻ്റെ പേരിൽ കൂടിയായിരിക്കാം നമ്മൾ അത്ര അങ്ങോട്ട് ചോദിച്ച് പറഞ്ഞു പോയത്. പക്ഷെ പിന്നീട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് എറണാകുളത്ത് പോയത്. അതൊരു മനോജ് എന്ന് പറഞ്ഞ ഒരാളാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ ആളവിടെ വെച്ചൊരു മെഡിറ്റേഷൻ പറഞ്ഞു. ഒരു അരമണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യിച്ചു. അവിടെ തുടങ്ങിയിട്ട് ഞാൻ ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കുറേ സംശയങ്ങളും ഉള്ളിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. എന്താണ് ഈ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു ഇതിൽ ആരും എന്നെ ഗൈഡ് ചെയ്യും,